CPIM ലിബറേഷൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ശ്രീലത സ്വാമിനാഥൻ മൊറാർജി ദേശായിക്ക് ശേഷം യൂറിൻ തെറാപ്പിയെക്കുറിച്ച് പരസ്യമായ പ്രചാരണങ്ങൾ നടത്തിയ പ്രമുഖയായ രാഷ്ട്രീയ നേതാവാണ്. ഹെൽത്ത് ഓഫ് ദ മില്യൻസ് എന്ന മാസികയിൽ അവർ അവരുടെ ഈ കഥ മൈ ഇൻക്രെഡിബിൾ റിക്കവറി സ്റ്റോറി എന്ന പേരിൽ ലേഖന രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ മറ്റ് 2 മാസികകൾ എഴുതിയിട്ടുണ്ട്. അവർ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ക്യാപ്റ്റൻ ലക്ഷ്മി, മൃണാളിനി സാരാഭായി എന്നിവരുടെ എല്ലാം ബന്ധുവായിരുന്നു. പക്ഷേ അവർ സ്വീകരിച്ചത് മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തന മാർഗമാണ്. അവർ രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയിൽ, അത് പ്രതാപ്ഗർ എന്നാണ് ഇന്നത്തെ അതിൻ്റെ പേര്, ആദിവാസികളെ സംഘടിപ്പിക്കാൻ വേണ്ടി 40 കൊല്ലം ജീവിച്ച വ്യക്തിയാണ്. 1982 ഇതിനിടയിൽ അവർക്ക് വൃക്കരോഗം ബാധിക്കുന്നത്. 2 വർഷമേ ഇനി ജീവിച്ചിരിക്കൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്, വൃക്ക മാറ്റിവെച്ചില്ലെങ്കിൽ. പക്ഷേ വൃക്ക മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ആർഭാടം പട്ടിണിക്കാരായ പട്ടികവർഗ വിഭാഗങ്ങളോടൊപ്പം ജീവിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പരിഹാസ്യമാണ്, അധാർമികമാണ് എന്ന വിപ്ലവ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് വേണ്ടെന്ന് വെക്കുകയാണ് ഇത്. പക്ഷേ യൂറിൻ തെറാപ്പി ചെയ്ത് 33 വർഷം കൂടി അവർ ജീവിച്ചിരിക്കുകയും 2017 ഫെബ്രുവരി 5-നാണ് അവർ മരിക്കുന്നത്. വൃക്കരോഗം ബാധിച്ചിട്ട് അവരുടെ ശരീരം മുഴുവൻ നീർവീക്കമുണ്ടാവുകയും പൊണ്ണത്തടി, സന്ധിവേദന, ക്ഷീണം, ശ്വാസതടസ്സം, മൂത്രം അനിയന്ത്രിതമായിട്ട് തനിയെ പോവുക, അപസ്മാരം, മലബന്ധം, ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ അവരെ അലട്ടിയിരുന്നു. ഈ അവസരത്തിൽ അവരെ മനസ്സിലോടി വന്നത് ആദിവാസികൾ മുറിവ്, ഉളുക്ക്, ചതവ്, ഗാംഗ്രീൻ, അതായത് ചർമ്മം ചീഞ്ഞളിയുന്ന രോഗം, ഇതൊക്കെ തന്നെ മൂത്രചികിത്സയിലൂടെ മാറ്റുന്നവർ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ മഞ്ഞപ്പിത്തം, ഉദര രോഗങ്ങൾ, ചുമ, ഇതൊക്കെ തന്നെ വരുന്ന സമയത്ത് അവരുപയോഗിച്ചിരുന്നത് സ്വന്തം മൂത്രമാണെന്ന് അവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണം അവർ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ തൻ്റെ വൃക്കരോഗത്തെക്കുറിച്ച് ഉപദേശം തേടുന്നതിന് വേണ്ടി അഹമ്മദാബാദിലേക്ക് പോയി മൊറാർജി ദേശായിയെ കാണുകയാണ്. ദീർഘമായ ചർച്ചക്കൊടുവിൽ കുറേ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി മൊറാർജി നിർദ്ദേശിച്ചു. അത് തിരിച്ചു വന്നതിന് ശേഷം അവരെ അമീബിയാസിസ് എന്നുള്ള രോഗം ബാധിച്ചപ്പോൾ അവർ മൂത്രചികിത്സ നടത്തി. 1 മാസം കൊണ്ട് അത് മാറുകയും പിന്നീട് ഒരിക്കലും അത് ആവർത്തിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എങ്കിലും അവർ യൂറിൻ തെറാപ്പിയുടെ ശാസ്ത്രീയതയെക്കുറിച്ചൊക്കെ ഒരു ആശങ്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഹോമിയോ ചികിത്സയും ആയുർവേദ ചികിത്സയൊക്കെ ചെയ്തു നോക്കി. പക്ഷേ അതൊക്കെ പരാജയമാണ് എന്ന് കണ്ടപ്പോൾ ശരീരമാകെ തന്നെ 1988 ആകുമ്പോഴേക്കും അവർ തീരെ ശയ്യാവലംബിയായി മാറി. ശരീരം നീര് വന്നു, വീർത്ത കാലുകളിലൊക്കെ കുരുക്കൾ വന്നു, വ്രണമായിട്ട് ചലമായിട്ട് പുറത്തു പോകാൻ തുടങ്ങി, അസഹ്യമായ വേദന, ഇങ്ങനെയൊക്കെ കൊണ്ട് അവർ ഹോമിയോ ആയുർവേദ ചികിത്സ നടത്തി നോക്കിയെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനം കാണാതെ വന്ന സമയത്ത് അവർ എല്ലാ മരുന്നുകളും നിർത്താൻ തീരുമാനിച്ചു. അതിനുശേഷം ഏതായാലും താൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ മൊറാർജി നിർദ്ദേശിച്ച പുസ്തകങ്ങളെല്ലാം ഒരാവർത്തി കൂടി വായിച്ചു. അതിനുശേഷം അവർ പൂർണ്ണമായിട്ടുള്ള യൂറിൻ തെറാപ്പി ആരംഭിച്ചു. 5 ദിവസം മൂത്രോപവാസം നടത്താൻ തീരുമാനിച്ചു. പച്ചവെള്ളവും മൂത്രവും ഒഴിക്കുന്ന മൂത്രം മുഴുവനും കുടിച്ചുകൊണ്ടുള്ള ഉപവാസം. 5 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ വേദനയ്ക്കൊക്കെ കുറച്ച് കുറവുണ്ടായതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ അവർ തുടർച്ചയായിട്ട് 15 ദിവസം ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മൂത്രവും വെള്ളവും മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം 15 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ നീർബാധയിലൊക്കെ വളരെയധികം ശമനമുണ്ടായി. വ്രണം ഉണങ്ങുന്നതായിട്ട് കണ്ടു, ക്ഷീണം കുറയുന്നതായിട്ട് കണ്ടു. നടക്കാൻ പറ്റാതിരുന്നവർക്ക് 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ നടക്കാൻ ഒരു പ്രയാസവും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും അവർ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ചെയ്തു. 73-ാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നത്. അതായത് ഒരു 33 വർഷം കൂടി കൂടുതലായിട്ട്, ഡോക്ടർമാർ പറഞ്ഞതിനേക്കാൾ 33 വർഷം കൂടി അവർ ജീവിച്ചിരുന്നു.